വാർഡും കോണറും എന്ന 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാടിൻ്റെ തിരുവിതാംകൂറിൻ്റെ സെൻസസ് എടുക്കാൻ വന്നതാണ്. നമ്മുടെ നാടിൻ്റെ ഭംഗി കണ്ട് അവരതിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ നാടിൻ്റെ ഭംഗി കണ്ട്, അന്നേ ഇത് പേരില്ലെങ്കിലും അന്നേ ഇത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അപ്പോൾ അവർ എഴുതിയപ്പോൾ അതിൽ പേജ് നമ്പർ 136 ശബരിമല വരുന്നതിൻ്റെ അനുഭവം എഴുതിയിട്ടുണ്ട്. അതിൽ 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വാർഡും കോണറും എഴുതുന്നു, ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ നിന്ന് പോലും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഓർക്കുക, തിരുവിതാംകൂറിൽ നിന്നല്ല, മദ്രാസ് പ്രസിഡൻസി എന്നല്ല, സൗത്ത് ഇന്ത്യ എന്നല്ല, പീപ്പിൾ ഫ്രം ദി മോസ്റ്റ് റിമോട്ടസ്റ്റ് കോർണേഴ്സ് ഓഫ് ഇന്ത്യ വിസിറ്റഡ്. അവർ വന്ന ജനുവരി 12-നാണ് അവർ വരുന്നത്. 10,000 മുതൽ 15,000-ഓളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആകെ ജനസംഖ്യ ഏതാനും ലക്ഷങ്ങളെ എന്നുള്ളൂ. ഏതാനും ദശലക്ഷങ്ങളാണ് ഇന്ത്യയുടെ ആകെ ജനസംഖ്യ ഉള്ളത്. അതിൽ 10,000 മുതൽ 15,000 ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു കൗതുകമുണ്ട്. ഇവിടെ പ്രായമായ സ്ത്രീകളുണ്ട്, കൊച്ചു പെൺകുട്ടികളുണ്ട്, ഇടയ്ക്കുള്ള പ്രായത്തിലെ സ്ത്രീകളില്ല. കാരണം ഇവരുടെ വിശ്വാസം ഇവരുടെ ദേവൻ ബ്രഹ്മചാരിയാണ് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെയിലുള്ള ഏക ചരിത്ര പുസ്തകം. നമ്മൾ ഹിന്ദുക്കൾക്കും വിശാല അർത്ഥത്തിൽ മലയാളികൾക്കും അതിവിശാല അർത്ഥത്തിൽ ഇന്ത്യക്കാർക്കും പറ്റിയത് നമ്മൾ നമ്മുടെ ചരിത്രം മറന്നുപോയി എന്നുള്ളതാണ്. നമ്മുടെ ഇന്നലകളെ മറന്നുപോയി എന്നുള്ളതാണ്. നമുക്ക് പ്രൗഢഗംഭീരമായ ആയിരക്കണക്കിന് വർഷം നിലനിൽക്കുന്നൊരു ചരിത്രമുണ്ട്. ഇതറിയാൻ നമുക്ക് പലപ്പോഴും ഒരു മെക്കാനിസം ഇല്ല. ഇതറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയവും നമ്മൾ ഏറ്റവും ശരിയാക്കേണ്ട ഒരു മേഖലയും.